അരിപ്പ ഭൂസമരം 6 മാസം പിന്നിട്ടതിന് പിന്നാലെ അരിപ്പ നിവാസികളായ 100ഓളം കുടുംബങ്ങൾ അരിപ്പയിലെ റവന്യൂ ഭൂമി കയ്യേറി കുടിൽകെട്ടി. അരിപ്പയിൽ സമരം ചെയ്യുന്നവരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സർക്കാർ നിയമസഭയിൽ അഡ്വക്കേറ്റ് കെ രാജു എംഎൽഎയുടെ സബ്മിഷന് മറുപടി നൽകിയതിന് പിന്നാലെയാണ് ഭൂരഹിതരായ പ്രദേശവാസികളുടെ ഈ നീക്കം. ചൊവ്വാഴ്ച രാത്രിയാണ് പ്രദേശവാസികൾ റവന്യൂ ഭൂമി കയ്യേറി സമരം തുടങ്ങിയത്. തങ്ങൾ ഭൂരഹിതരായി കഴിയുന്ന സാഹചര്യത്തിൽ മറ്റു ജില്ലകളിൽ നിന്നെത്തി സമരം നടത്തുന്നവർക്ക് ഭൂമി പതിച്ചു നൽകാൻ അനുവദിക്കില്ലെന്നാണ് പ്രദേശവാസികളായ സമരക്കാരുടെ വാദം. അരിപ്പയിലെ ഭൂമി പ്രദേശവാസികളായ ഭൂരഹിതർക്ക് അവകാശപ്പെട്ടതാണെന്ന് സമരക്കാർ ചൂണ്ടിക്കാട്ടി. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രേരണയോടെയല്ല സമരം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളതെന്നും പ്രദേശത്തെ 2 ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ മാത്രം പിന്തുണയോടെയാണ് തങ്ങൾ കുടിൽ കെട്ടിയതെന്നും സമരക്കാർ വ്യക്തമാക്കി. ഭൂസമരത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ മാസങ്ങൾ കൊണ്ട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഞങ്ങൾക്കും വസ്തുവില്ലാത്തവർ ഈ അടുത്ത സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു കിടക്കാട ഒപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം. ഈ സ്ഥലം നമ്മൾ നാട്ടുകാരായിട്ടൊരു വികസന പ്രവർത്തനം തടയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ മാറി നിൽക്കുകയായിരുന്നു. 1 സെൻറ്റ് വസ്തു പോലും ഇല്ലാത്ത ആൾക്കാർ ഇവിടെ കിടക്കുമ്പോൾ അന്യ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഏഴോളം ജില്ലകളിൽ നിന്ന് വന്ന് ഒരു കുയ്യാൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സംവിധാനം ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ഞങ്ങൾ നാട്ടുകാർ സ്ഥലമില്ലാത്തവർ എന്ത് ചെയ്യണം? ഞങ്ങളുടെ നേതൃത്വമായിട്ട് ആലോചിച്ചപ്പോൾ നേതൃത്വം പറഞ്ഞ് സമാധാനപ്പെടുക. ഇത് പഞ്ചായത്തിന് ഒരിക്കലും വിട്ടിരുന്ന സ്ഥലമല്ല, പഞ്ചായത്തിന് വേണ്ടിയുള്ള സ്ഥലമാണ്. ശരി, ഞങ്ങളതിനെ എതിർത്തില്ല. ഞങ്ങൾ ഇത്രത്തോളം കാത്തിരുന്നു. 1 സെൻറ്റ് സ്ഥലം പോലും കിട്ടുന്ന സംവിധാനമല്ല. ഞങ്ങൾ വില്ലേജിലെല്ലാം അപേക്ഷ കൊടുത്തു. ഞങ്ങളുടെ അപേക്ഷയെല്ലാം തള്ളിക്കളയാണ് ചെയ്തിട്ടുള്ളത്. നോലാൻഡ് പരിപാടി മുഖ്യമന്ത്രി നോലാൻഡ് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. ആ പരിപാടിയിലും ഇവിടെ ഉള്ള ഭൂരിഭാഗം ആൾക്കാരെ ഒഴിവാക്കിയിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു കയറിക്കിടക്കാടം കാണിച്ചിരേണ്ട ജോലി സർക്കാരിനുണ്ട്. സർക്കാർ അത് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത്. നാട്ടുകാരെന്നുള്ള രീതിയിലാണ് കയറിയിരിക്കുന്നത്. ആദിവാസി ദളിത് മുന്നേറ്റ സമിതിയുടെ നേതൃത്വത്തിൽ 1500 കുടുംബങ്ങളാണ് അരിപ്പയിൽ കഴിഞ്ഞ 6 മാസമായി കുടിൽകെട്ടി സമരം നടത്തിവരുന്നത്. മാസങ്ങൾക്ക് മുൻപ് സമരക്കാരും നാട്ടുകാരും തമ്മിലുണ്ടായ സംഘർഷം പ്രദേശത്ത് വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമായിരുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.